മര്യാദകള് ആ കടയിൽ നിന്ന് ഹിന്ദിക്കാരൻ ചേർക്കാൻ ബാജോ പൂജോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാൻ പറഞ്ഞു എന്റെ മരുമോളുടെ ജന്മദിനമാണ് നല്ലത് തന്നെ വേണമെന്ന്. ഇതിലും കൂടിയതുണ്ടെന്ന് അവൻ. ഞാൻ പറഞ്ഞു ഒരുപാട് കൂടണ്ട, പെണ്ണ് അഹങ്കരിക്കുമെന്ന്. നീ എന്താടി പണ്ടം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? അല്ല, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പെരിച്ചാഴി എനിക്ക് ആരാ? നിന്റെ നായരുടെ തന്ത, അമ്മായി അച്ഛൻ. അല്ല, എന്റെ അച്ഛൻ, എന്റെ സ്വന്തം അച്ഛൻ. ഞാൻ നിനക്കൊരു സാരി വാങ്ങിയടി. നിനക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, എനിക്ക് ബോധിച്ച കളറും കാര്യങ്ങളും ഒക്കെയാ. എന്നാ നിങ്ങൾ എന്റെ സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുക. നീ ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. കണക്കായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ അവന്മാര് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചേനെ നിന്റെ പിറന്നാളിനെ പറ്റി. അമ്മയ്ക്ക് ഫേസ്ബുക്ക് ഒന്നും വേണ്ടെന്ന് ചെറുക്കൻ പറഞ്ഞു. ഫേസ്ബുക്ക് ഉണ്ടെങ്കിലേ വഴിതെറ്റി പോകുന്നു. 37കാരി 17കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് ചെറുക്കൻ പറയൂ. നെയ്യ് മുറ്റി നിൽക്കുന്ന നീനി എന്തോ വഴി തെറ്റാണ്. എടി കാശുണ്ടാക്കാൻ ആണുങ്ങൾ കണ്ടുപിടിച്ച ഓരോ മാർഗങ്ങളാണൊക്കെ. നമ്മളതിനകത്ത് കുത്തിയും തോണ്ടിയൊക്കെ ഇരിക്കും. ബുദ്ധി കളവൻ കാശും കൊണ്ടങ്ങ് പോകും. സാരി നിനക്ക് ബോധിച്ചോളൂ. വൈകുന്നേരം നീ ഉടുത്തോണ്ട് വരണം, നമുക്ക് അമ്പലത്തിൽ പോവാം. ശ്രീയേട്ടനോട് പറയാം. അവൻ കൊണ്ട് പോകത്തില്ല. എടി കൊച്ചേ, ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം കെട്ടികളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് നടക്കാൻ പലരും മടിക്കും. പക്ഷെ അപ്പുറത്തെ വനജാക്കിയാണെങ്കിൽ നിർത്ത്. ആ അപ്പുറത്തെ വീട്ടിലെ പല്ലൂന്തി വനജാക്കി. അയ്യോ എടി, ഞാനൊരു ഉപമ പറഞ്ഞതാ. വല്ല വലിയ കെട്ടികളാണെങ്കിൽ ഭയങ്കര ഉഷാറായിരിക്കുമെന്ന്. പിന്നെ കൊണ്ടു നടക്കുന്നതേ ഗതികേട് കൊണ്ടാ. എന്തു പണി ഒരു കരിഞ്ഞ മണം. അയ്യോ എന്താടി? ആദ്യമാണ് മീൻകറി. വെള്ളത്തിൽ വെക്കടി.